പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടും പിന്നെ ഇന്ന് തന്നെ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്നുള്ള പണികൾ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റപ്പോൾ 9 മണി കഴിഞ്ഞു കേട്ടോ. ടോട്ടുവാണെങ്കിൽ ഇതുവരെ എണീറ്റിട്ടേ ഇല്ല. ഞങ്ങൾ രണ്ടാളും രാവിലെ ഉറക്കത്തിന്റെ ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് ഉറക്കത്തിന്റെ പേരിലുള്ള ക്ലാഷ് ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സാധാരണ ഉറങ്ങി എണീറ്റ് നേരെ അടുക്കളയിലാണ് കേട്ടോ പോവാറ്. ഇന്നൊരു വെറൈറ്റിക്ക് പുറത്ത് വന്ന് നോക്കിയതാ എന്താണ് ഇന്നത്തെ കാലാവസ്ഥ എന്നൊന്നും അറിയണല്ലോ. ഇന്നലെ രാത്രി മഴ നനയാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചതാ കേട്ടോ ഈ ചെടികളൊക്കെ. അപ്പൊ കയ്യോടെ അതിനെല്ലാം അകത്തേക്ക് തിരിച്ചെടുത്തു. അപ്പൊ എനിക്ക് കുറച്ച് പൈസ കിട്ടി ഗൈസ്. ഇതങ്ങനെ ആരും സർപ്രൈസ് ആയിട്ട് അവിടെ എനിക്ക് വേണ്ടി വെക്കണത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്റെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. എന്ത് സാധനം കിട്ടിയാലും അതിന്റെ അടുത്തുള്ള ഒരു പ്ലേസിൽ അതപ്പം അവിടെ വെച്ചേക്കും. പിന്നെ അതിന്റെ കാര്യം എന്റെ വീട്ടിലെല്ലാവരും മറന്നു. ഇതിപ്പം ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്ന പൈസയാണ്. അതൊക്കെ പോട്ടെ, ഞാൻ ഓൾറെഡി പുറത്ത് വെച്ച ചെടികളൊക്കെ അകത്ത് കയറ്റിയായിരുന്നല്ലോ. പിന്നെ നോക്കുമ്പോൾ ഇതേതാ വേറെ 4 പുറത്തിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദി ഞാനല്ല കേട്ടോ. പിന്നെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിയണത് ആ ടോട്ടു ഇന്നലെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് മഴ നനയാൻ വേണ്ടി എടുത്ത് മുറ്റത്തേക്ക് വെക്കുന്നതാണ് ഇതൊക്കെ. എന്തായാലും മുറ്റത്ത് ഇറങ്ങിയതല്ലേ നോട്ടിട്ട് ഞാൻ എൻ്റെ ഒരു പ്ലാന്റിനെ നോക്കാൻ പോയിട്ടോ. ഇത് ആക്ച്വലി ഞാൻ മേടിച്ചതായിരുന്നേ. ഇതിരിക്കുന്നത് മേലെ ടെറസിന്റെ അവിടെ സൈഡിലായിട്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചോണ്ടാണോ എന്നറിയില്ല, ഇതിന്റെ ഇലകളെല്ലാം താഴേക്കായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. അതിന് വല്ല മാറ്റം വരുമോ എന്നറിയാൻ വേണ്ടി പുറത്ത് വെച്ച് നോക്കിയതാണ്. ഇപ്പൊ സംഭവം നേരെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ചട്ടികളൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നേ. ചെടി നടാൻ പറ്റിയിട്ടില്ലെങ്കിലും നന്നായിട്ട് പുല്ലൊക്കെ മുളച്ചു വരുന്നുണ്ട്. ഇന്ന് പ്ലാൻ ചെയ്ത വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അതിനകത്ത് ചെടി നട്ടേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഡെയിലി മുടങ്ങാതെ നോക്കുന്ന എൻ്റെ ഒരു ചെടിയാണ് ഈ ആമ്പൽ കേട്ടോ. ഇങ്ങനത്തെ 3 ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. വേറെ ഒന്നും കൊണ്ടല്ല മുടങ്ങാണ്ട് നോക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗപ്പി, പിന്നെ റെഡ് കളറിലുള്ള വേറെ എന്തോ മീൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു തവള വന്ന് ഇതിനകത്ത് കയറാറുണ്ട് ഗൈസ്. എന്നിട്ട് ആ മീനിനെ എല്ലാത്തിനെയും പിടിച്ച് തിന്നും. അങ്ങനെ ഇതിനു മുമ്പ് 2 തവണ എൻ്റെ മീൻ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങനെ അതിന് തിന്നാനുള്ള അവസരം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡെയിലി ഉള്ള ഇൻസ്പെക്ഷൻ. ഇനി ഈ ആമ്പലിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് പണ്ടൊന്നും പൂണ്ടാവുന്ന ചെടികളെ ഇഷ്ടമില്ലായിരുന്നേ. ഇപ്പോഴും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഈ ആമ്പല്, താമര ഇതൊക്കെ ഉണ്ടാകുന്നതൊക്കെ വളരെ അപൂർവമാണ്. അതൊക്കെ ഭയങ്കര പാടാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ ഒരു പരീക്ഷണത്തിനായിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഇലയെന്നുണ്ടായ ഒരു തൈ കൊണ്ടുവന്ന് നട്ടു നോക്കിയതാണേ. ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒരു സാധനവും ചെയ്യാറില്ല. എന്നാലും ഇതിൽ ഡെയിലി പൂവാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറയാം, വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് വെള്ളം പോലും ഒഴിക്കണ്ടല്ലോ. അങ്ങനെ ആമ്പല് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ റെയിൻ ലില്ലി 2-3 പൂ ഉണ്ടായി നിൽക്കുന്ന കണ്ടത്. അതിന്റെ പുറകെ കുറച്ചു നേരം നടന്നു. അപ്പൊ അതാ അതിന്റെ ചുവട്ടിൽ വേറൊരു ചെടി. ആ ചെടി വേറൊന്നുമല്ല, നേരത്തെ ഈ പേൾ ഗ്രാസിന്റെ പോർഷൻ മുഴുവൻ അങ്ങനത്തെ ചെടിയായിരുന്നേ. അത് പിന്നെ ഇടയ്ക്ക് മാത്രമേ പൂ ഉണ്ടാവുള്ളൂ. പൂ ഉണ്ടാവുന്ന സമയത്തെ കാണാൻ ഭംഗിയുള്ളൂ. അങ്ങനെയാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ പേൾ ഗ്രാസ് നടുന്നത്. പേൾ ഗ്രാസ് നട്ടതും ഞാൻ തന്നെ കേട്ടോ. 750 രൂപയ്ക്ക് എന്തോ 3-4 ഷീറ്റ് മേടിച്ചിട്ട് അവിടെ ഇവിടെയായിട്ട് വെറുതെ നട്ടു കൊടുത്തതാണ്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഡെയിലി മഴയില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് കരിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെ അത് മഴയാകുമ്പോഴേക്ക് സെറ്റ് ആവുമേ. പിന്നെ എന്തായാലും അടുത്ത സാധനത്തിന്റെ പുറകെ പോകുന്നതിന് മുമ്പേ അമ്മ വിളിച്ചു കേട്ടോ, വന്ന് ചായ കുടിക്കുമെന്ന് പറഞ്ഞ്. ഇതാണ് എന്റെ പ്രശ്നം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വാലയിൽ എന്തെങ്കിലും പണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കും. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ടോട്ടു എണീറ്റ് വന്നു കേട്ടോ. പിന്നെ പല്ലൊക്കെ തേക്കൽ ഇപ്പൊ ആള് തന്നെയാണ്. ഇപ്പൊ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, ഭയങ്കര ഇൻഡിപെൻഡന്റ് ആവണം, അങ്ങനത്തേക്ക് വിചാരം കേട്ടോ ടോട്ടുവിന്. നല്ല മാങ്ങാപ്പഴത്തിന്റെ മണം വന്ന് അമ്മയോട് കാര്യം ചോദിച്ചപ്പോൾ അമ്മയാണ് പറയണേ, അപ്പ എവിടുന്നോ കുറച്ച് നല്ല നാടൻ മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന്. ഈ മാങ്ങ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് പറയണേ. അമ്മ പറഞ്ഞു ചിലതിന് പുളിയടി, അതുകൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാന്ന്. മാമ്പഴ പുളിശ്ശേരി പണ്ടൊന്നും ഇഷ്ടമില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ ഫേവറേറ്റ് ഐറ്റത്തിൽ ഒരെണ്ണമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ടോട്ടുവിന് മുട്ടയും പൊരിച്ചു കൊടുത്തു, കൂടെ കുറച്ച് കടലേ. ഭക്ഷണം കഴിക്കുന്നതും ഇപ്പൊ ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് മിക്ക മീൽസും ഞാൻ എന്റെ കൂടെ തന്നെ ഇരുത്തിയിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അവളുടെ കഴിക്കും, ഞാൻ എന്റെ കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ വാ നിറച്ച് വർത്താനം പറയുന്നത്. എന്റെ ബ്രേക്ക്ഫാസ്റ്റും അതിന്റെ കൂടെ തന്നെ നടന്നു കേട്ടോ. അപ്പവും കടലയായിരുന്നേ. കടല കറി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അതായത് ഒരു തോരൻ പോലെ. പിന്നെ കുറച്ചു നേരം ഞാൻ അവളുടെ കൂടെ കളിക്കാൻ കൂടിയിട്ടോ. അവളുടെ മെയിൻ പരിപാടിയാണ് ഇപ്പം ഏതെങ്കിലുമൊക്കെ ബുക്സ് എടുത്തിട്ട് വന്നിട്ട് അതിനുള്ളിലെ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഏതാണ് കളറ് എന്നൊക്കെ പറയലേ. ബുക്സും ടോയ്സൊക്കെ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ അധികം നേരം ഇരുന്ന് കളിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ ആദ്യം പറഞ്ഞ ചട്ടിയിൽ ചെടി നടണ്ടേ. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഡെയിലി ചെയ്യുന്ന പണിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ ഉള്ള ചെടികൾ കളക്ട് ചെയ്യല്, മാറ്റി നടലൊക്കെ. ഇപ്പൊ അത്യാവശ്യം കുറച്ചധികം കളക്ഷൻസ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ വലിയ പരിപാടീസ് അങ്ങ് ഒതുക്കിയിട്ടുണ്ട് ഞാൻ. അതുമാത്രമല്ല, നേരത്തെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന ചെടികളെല്ലാം ഇപ്പൊ ഒരുവിധം ചട്ടി നിറയെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം പതുക്കെ പതുക്കെ ഒന്ന് മാറ്റി മാറ്റി നടണം. പഞ്ചായത്തിൽ നിന്ന് ഈ ചട്ടി കിട്ടിയപ്പം അതിനുള്ളിലിടാനുള്ള മണ്ണും പിന്നെ അതിൽ നടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി
പച്ചക്കറിയുടെ തൈയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പച്ചക്കറി നമ്മൾ സെപ്പറേറ്റ് മണ്ണിൽ തന്നെ നട്ടു കേട്ടോ. അതിങ്ങനെ ചട്ടിയിൽ നടുന്നതിനേക്കാളും വീട്ടിൽ പ്രിഫർ ചെയ്യുന്നത് നിലത്ത് നടാനാണ്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ മണ്ണിൻ്റെ അകത്ത് ഓൾറെഡി ഉമ്മി, ചരല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത് കുറച്ച് ചാണകപ്പൊടിയാണ്. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടി ഈ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതാണ് കേട്ടോ. പിന്നെ അതിനായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മടി. ഇന്ന് എന്തായാലും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യോടെ അതെല്ലാം തീർത്ത്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് കുട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ സംഗതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ പള്ളിയുടെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പിള്ളേരുടെ ആക്ഷൻ സോങ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ടോട്ടൂനെ വെറുതെ ഒന്ന് കയറ്റി നോക്കാമെന്നൊക്കെ ഒരു പ്ലാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു പ്രാക്ടീസ്. അവിടെ ചെന്നിട്ട് ഇവള് കളിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടെ ദാ ഇങ്ങോട്ടേക്ക് വന്നു. എൻ്റെ ദൈവമേ, ഒരു പ്ലേ സ്കൂളിൽ എങ്ങനെയായിരിക്കുമോ അതുപോലെയായിരുന്നു അവസ്ഥ. എല്ലാവരും കൂടെ വന്നിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും കളിക്കാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നേ. പക്ഷെ ഡാൻസ് അവൾ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ അവിടെ നിന്നിട്ടാണോ എൻ്റെ പുറകെ എങ്ങനെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നങ്ങ് മാറിയിട്ടോ അവിടുന്ന്. അങ്ങനെ മാറിയിട്ടും വെറുതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് നേരെ കുറച്ചു നേരം ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നേ. ഇതിൻ്റെ ഈ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബോയ് ഉണ്ടാക്കാനോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അടുത്ത കൺഫ്യൂഷൻ, ഈ ബോയുടെ ബോർഡർ ഞാൻ എന്ത് കൊടുക്കും? യെല്ലോ വേണോ വൈറ്റ് വേണോ? വൈറ്റ് പിന്നെ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ട് യെല്ലോ തന്നെ കൊടുക്കാമെന്ന് ഫിക്സ് ചെയ്തിട്ട് ഞാൻ യെല്ലോ ഫ്രിൽസ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ. ഇത് ആക്ച്വലി ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ക്രോഷ്യ ചെയ്യാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലത്തെ ഒരു ബോ ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു കേട്ടോ. അന്നത് ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാണുമ്പം എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്ത വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതും ആ മോഡലിൽ തന്നെ ചെയ്ത അത്രയും ഫ്രിൽസ് ഇല്ല, കുറച്ച് കുറവുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. ഇത് രണ്ടുമാണ് റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഐറ്റംസേ. ഇനി ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം. ഇനി കാണിക്കാൻ പോകുന്നതിൽ കുറേ ഐറ്റംസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊരു ഡ്യുവൽ സൈഡ് കോസ്റ്ററാണ്. ഇതിൻ്റെ 2 കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് ഗ്രീനിലും ഒന്നൊരു ലൈറ്റ് ഒലീവ് ഗ്രീൻ വരുന്ന പോലത്തെ ഒരു കളറുവേ. ഇതും ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ഒരു ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഹെയർ ബാൻഡ് ആണ് കേട്ടോ. ഒരു റെഡ് ബോർഡർ വന്നിട്ട് അതിൽ കുറച്ച് ചെറിയ പ്രിൻ്റ് ഒക്കെ വരുന്ന പോലത്തെ. അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ബാക്കി ഫിനിഷ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൺഫ്ലവറിൻ്റെ ഹെയർ ബാൻഡ്. ഇത് 3 ആണ് കേട്ടോ ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ ഇതുവരെ. പിന്നെ ഇത് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലത്തെ മിററിൽ ഹാങ് ചെയ്യുന്നതാണ്. ഇതിനെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം കുറേ നല്ല ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു സ്വിങ്ങും അതേപോലെ തന്നെ അതിനൊരു ഹാൻഡ് ബാഗ് പോലത്തെ സാധനവും അതേപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ കൊടുത്ത് ചെയ്തതായിരുന്നു ഈ ടൊമാറ്റോ കേട്ടോ. ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ കൈയും കാലും പിടിച്ച് വലിക്കാൻ പറ്റുന്ന പോലത്തെ. ഇനി ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഐറ്റം ഞാൻ നിങ്ങളെ ഷോർട്ട് വീഡിയോയിൽ കാണിക്കാത്തതാണ്. ഇത് കുറച്ചും കൂടി ക്രോഷ്യേൻ്റെ കൂടെ തന്നെ കുറച്ച് ബീഡ്സ്, ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കീ ചെയിൻ ആണ് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബുക്ക് മാർക്ക്, പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ കീ ചെയിൻ, അതുപോലെ തന്നെ തുളിപ്പിൻ്റെ ആ കീ ചെയിൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഓർത്തത് ഞാൻ എന്തിനാണ് ശരിക്കും ഈ ബാഗ് തുറന്നതെന്നുള്ളത്. മറ്റേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബോയില്ലേ, അതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള അലിഗേറ്റർ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നത്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് അതും കൂടി ഫിക്സ് ചെയ്തേക്കാം. അതിനു മുമ്പ് ഈ അലമ്പാക്കിയതെല്ലാം ക്ലീൻ ആക്കണ്ടേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്താൽ അപ്പം തന്നെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മാത്രമല്ല, എൻ്റെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിലും പെയിൻറ്റ് അങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 5 മിനിറ്റ് അത് അവിടെ ഇരുന്നാൽ പിന്നെ ആ സാധനം കാണൂല. ഈ ടോട്ടു എടുത്തിട്ട് അത് എപ്പോഴേ കൊണ്ടിടുക, എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂലേ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്രോഷ്യേൻ്റെ പ്രൊഡക്ട്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ മാച്ചാ മിങ്ക് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ machaamink22@gmail.com എന്ന് പറഞ്ഞ മെയിൽ ID കോൺടാക്ട് ചെയ്താലും മതിയേ. ഇനി ഈ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തരണമെങ്കിൽ അതും പറയാട്ടോ. റെഫറൻസ് അയച്ചു തന്നാൽ ഏകദേശം അതേപോലെയൊക്കെ ഒപ്പിക്കാൻ നമുക്ക് ട്രൈ ചെയ്യാവേ. ഇനി ക്രോഷ്യ ചെയ്യുന്നവർക്കുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പൊക്കെ ഓൾറെഡി സെക്യൂർ ആയിട്ടായിരിക്കും അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി അത് പോരാണ്ട് ഒന്നും കൂടി ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ B7000 യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, നമ്മൾ ഈ ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്തിട്ട് അതിനെ ഹൈഡ് ചെയ്യൂലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് അതിൻ്റെ എൻഡിലും ഞാനൊരു കുഞ്ഞു ഡ്രോപ്പ് B7000 ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതാവുമ്പോൾ നല്ല സെക്യൂർ ആയിട്ടിരുന്നോളും. പിന്നെ അത് പൊട്ടി തകർന്ന് വരുന്നതിനെക്കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് എൻ്റെ മോളുടെ തലയിൽ ഇതൊന്ന് വെച്ചിട്ടൊന്ന് പോസ് ചെയ്യടി എന്ന് പറയാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്.
ഞാൻ ലാസ്റ്റ് കരഞ്ഞ് കൈയും കാലും പിടിച്ചാലും രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഞാൻ 18ാമത്തെ അടവ് പുറത്തെടുക്കും. എന്തെങ്കിലും സാധനം തരാമെന്ന് പറയും, എന്തെങ്കിലും ഫ്രൂട്ട്സോ മിഠായിയോ ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പാവം ഇങ്ങനെയൊക്കെ പോസ് ചെയ്ത് തരും കേട്ടോ എനിക്ക്. നമ്മൾ ക്രോഷേ ചെയ്തെങ്കിലും ഇന്നത്തെ ക്രാഫ്റ്റിൻ്റെ പരിപാടി നമ്മൾ ഒതുക്കിയിട്ടില്ല. മറ്റേ ഈസ്റ്റർ എഗ് ക്യാൻഡിൽ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ വീഡിയോ എടുത്ത് എഡിറ്റും കൂടെ ചെയ്തു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ. അപ്പോഴേക്കും അമ്മ വിളിച്ചു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞതല്ലാണ്ട് അതൊന്ന് പൊളിക്കാൻ കൂടുമോ എന്ന് ചോദിച്ചു. അമ്മയ്ക്കന്ന് വേറെ എന്തോ തിരക്കുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടോ എന്നോട് ഇങ്ങനത്തെ പണിയൊക്കെ പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ എന്നോടൊന്നും പറയാറില്ല. കുക്കിംഗ് കാര്യങ്ങളൊക്കെ സാധാരണ അമ്മയുടെ സൈഡും പിന്നെ ബാക്കി വീട് ഒതുക്കൽ ക്ലീനിങ് ഇതൊക്കെ എൻ്റെ സൈഡും. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ ഇതുവരെയും പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് പറയണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെക്കേഷന് അമ്മ വീട്ടിൽ ചെല്ലുമ്പം അവിടെ അടുത്തൊരു മാവുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, അത് ചാടാൻ വേണ്ടി ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ നമ്മുടെ ടോട്ടാപ്പി അതിനെ വെറുതെ വിടുകയില്ല. ഒരു മാങ്ങ എടുത്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ അനിയൻ വന്നത്. എന്നാൽ പിന്നെ തൊടുപുഴ ഒരു സമ്മർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഇതാ ഞങ്ങളെല്ലാം കൂടി റെഡിയായി സെറ്റായിട്ടുണ്ട്. അവിടുത്തെ കുറേ റീൽസൊക്കെ കണ്ടിട്ട് അവിടെ മേർമെയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ കാണാനുള്ള ആക്രാന്തത്തിൽ ചാടിത്തുള്ളി പോകുന്നതാട്ടോ ടോട്ടു. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആ മേർമെയ്ഡ് ഒരു വേവ് പോലെ ചെയ്യൂലേ, അതാണ് ഇത്. വേവ് മാറി ചെറിയൊരു ഡപ്പാങ്കുത്തായി പോയിരുന്നേ ഉള്ളൂ. പിന്നെ ഒത്തിരി സമയം വൈകിയാൽ വൈകിട്ടാകുമ്പോഴേക്കും നല്ല മഴ വരുന്നുള്ളതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാണ്ട് ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങി. അമ്മയും മോനും കൂടെ എന്തോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 100 രൂപയായിരുന്നേ. ടോട്ടൂന് ടിക്കറ്റ് വേണ്ടായിരുന്നു. 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്കാട്ടോ ടിക്കറ്റ് എടുക്കണ്ടേ. ഫസ്റ്റ് തന്നെ ഇതാ ഇതുപോലത്തെ ഒരു ഇങ്ങനെ അനിമൽസിൻ്റെ ഒക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നേ. അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ ടോട്ട് വെയിറ്റ് ചെയ്തിരുന്ന മെർമെയ്ഡിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വീട്ടിൽ നിന്ന് ചാടിത്തുള്ളിയൊക്കെ വന്നെങ്കിലും ഇവിടെ എത്തിയപ്പം അവൾ അതിനെ ഒന്ന് നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ. ആ ചേച്ചിയാണെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഹാർട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ടോട്ടുവിന്. പിന്നെ വേറെ കുറേ കുട്ടികളൊക്കെ വരുന്ന കണ്ടപ്പോൾ ഇവൾ പതുക്കെ പതുക്കെ അടുത്തേക്കൊക്കെ ചെന്ന് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഹായ് ഒക്കെ കൊടുത്ത് പിന്നെ ആൾ ഹാപ്പി ആയിട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റോൾസ് ഉണ്ട്, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ബുക്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ ബുക്ക് അധികം വായിക്കാത്തതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഒത്തിരി പോയില്ല. പക്ഷെ ഫുഡ് കണ്ടാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ. ഇത് നമ്മളെ 90s കിഡ്സിൻ്റെ ക്യാൻഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നേ. അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ, പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്നത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ സ്റ്റോൾസ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പുറത്ത് വരുമ്പം നയഗ്ര വാട്ടർഫോൾസിൻ്റെ ഒരു മോഡൽ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നയഗ്ര വാട്ടർഫോൾസ് എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഓവർ വാവ് എന്ന് പറയാനുള്ളതും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാണുമ്പോൾ ആരും മോശം പറയൊന്നുമില്ല കേട്ടോ. അയ്യേ ഇതാണോ അങ്ങനെ ചോദിക്കുന്ന പോലെയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും കഴിഞ്ഞ് വരുമ്പം ഗോസ്റ്റ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പണ്ടേ ധൈര്യശാലി ആയതുകൊണ്ട് ആ പ്രദേശത്തേക്കേ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ കളിക്കുന്ന ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും നമ്മൾ അങ്ങനെ കയറിയില്ല. വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അപ്പം തന്നെ മഴ ചെറുതായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. പറഞ്ഞ് തീരേണ്ട താമസം പെരും മഴ അവിടെ. പിന്നെ അനിയൻ നനഞ്ഞു പോയി കാർ എടുത്തിട്ട് വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ പോയിട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നേ. ടോട്ടു നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് സന്ധ്യയല്ല കേട്ടോ, രാത്രിയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ മുട്ട ക്യാൻഡിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം അഴിച്ച് പറക്കി ബാക്കി വീഡിയോയും കൂടി എടുത്ത് എഡിറ്റ് ചെയ്തു, ഫുൾ ക്ലീൻ ആക്കി, കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പിന്നെ കുളിക്കാൻ പറ്റില്ലല്ലോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബേസിക് സ്കിൻ കെയർ കേട്ടോ. പണ്ടൊക്കെ വലിയ സ്കിൻ കെയർ റൊട്ടീനായിരുന്നു കേട്ടോ എനിക്ക്. സെറം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, വേറൊന്നുമല്ല. ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല സ്കിന്നിൽ. ഇനി വെറുതെ അതും ഇതും ഇട്ടിട്ട് കുളമാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു.